ദൈവജനമേ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ജീവനുള്ള ആലയങ്ങളാണെന്ന് വിശുദ്ധ ലിഖിതങ്ങൾ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ഇത് വ്യക്തമാക്കുന്നുമുണ്ട്. ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, നിങ്ങളാണ് ആ ആലയം എന്ന്. 1 കൊരിന്ത്യർ 3:17 നാം ഇത് വായിക്കുന്നു. ഈ വചനം നമ്മളുടെ ഓരോരുത്തരുടെയും അസ്തിത്വത്തിൻ്റെ പവിത്രതയെക്കുറിച്ച് നമ്മെ ചിന്തിപ്പിക്കണം. നമ്മുടെ ശരീരവും ആത്മാവും ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നാം ഈ ആലയത്തെ ആദരവോടെയും വിശുദ്ധിയോടെയും സംരക്ഷിക്കാൻ കടപ്പെട്ടവരാണ്. പാപം ചെയ്ത് ഈ ആലയത്തെ നശിപ്പിക്കാൻ നാം ആരെയും അനുവദിക്കരുത്. സ്വയം നശിപ്പിക്കുകയും അരുത്. ദൈവം തൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ശിക്ഷിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ, ജാഗ്രതയോടെ ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കാനാണ്. കാരണം നാം അവിടുത്തെ പ്രിയപ്പെട്ട മക്കളാണ്. നാം അവിടുത്തെ ജനമാണ്. തിന്മയുടെ പ്രലോഭനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും പ്രാർത്ഥനയിലൂടെയും കൂദാശകളിലൂടെയും നമ്മുടെ ആത്മീയ ഭവനം ശുദ്ധമായി സൂക്ഷിക്കുകയും ചെയ്യാം. അത് നമ്മുടെ ശരീരമാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവത്തിന് മഹത്വമേകുന്നതാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഈ ലോകത്തിലെ തിന്മകളിൽ നിന്നകന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് ഓരോ നിമിഷവും പരിശ്രമിക്കാം. ബി ഹോളി ആസ് ഐ ആം എന്നാണ് കർത്താവ് നമ്മളിൽ നിന്ന്, നാം ഓരോരുത്തരിൽ നിന്നും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഓരോ നിമിഷവും കർത്താവ് വരുന്നതുവരെ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.